ഹലോ ബിസിനസ് ഓണേഴ്സ്, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടീമിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓട്ടോമേഷൻ അറിയില്ല എന്നുള്ളത് എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കും? ഹൗ ക്യാൻ യു ജസ്റ്റിഫൈ യുവർ ടീം ഡസന്റ് നോ ഓർ യു ഡോണ്ട് നോ വാട്സ്ആപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ? ഈ ടൂള് നിങ്ങൾക്ക് നിങ്ങളുടെ കുറെ ജോലിഭാരം കുറക്കും, നിങ്ങൾക്ക് സെയിൽസ് കൊണ്ടുവരും, നിങ്ങൾക്ക് കസ്റ്റമർ എൻഗേജ്മെന്റ് കൊണ്ടുവരും എന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിന്റെ ഒരു റിയാലിറ്റി ഞാൻ പറയാം. ഇന്നത്തെ കസ്റ്റമേഴ്സ്, ടുഡേസ് കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ഇൻസ്റ്റന്റ് റെസ്പോൺസസ്. അവർ ഇന്ന് എന്താണ്, നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, എല്ലാവർക്കും ഇൻസ്റ്റന്റ് പെട്ടെന്നുള്ള റെസ്പോൺസ് വേണം. അതുപോലെ എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കണം. എൻഗേജ്മെന്റ് ഒന്നും പറഞ്ഞല്ല, ആ വീഡിയോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ കണ്ടന്റ് ഇത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കമന്റ് ചെയ്യുക, ഈ കാര്യങ്ങളാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ പേഴ്സണലൈസ്ഡ് കോൺവെർസേഷൻ. ഇന്ന് 2024 2025 വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേഴ്സണലൈസ്ഡ് കോൺവെർസേഷൻ. എല്ലാവർക്കും അവരുമായി അല്ലെങ്കിൽ അവർക്ക് എന്താണോ ആവശ്യമായ രൂപത്തിലുള്ള കോൺവെർസേഷൻ നടത്തുക എന്നുള്ളത്. പ്ലാറ്റ്ഫോംസ് ലൈക്ക് വാട്സ്ആപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആർ നോട്ട് ജസ്റ്റ് സോഷ്യൽ ടൂൾസ്. ഇതൊരു സോഷ്യൽ ടൂൾസ് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കൊണ്ടുവരും. ബിക്കോസ് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഈ പ്ലാറ്റ്ഫോംസിലുണ്ട്, അവരവിടെ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് കൊണ്ട് തന്നെ ബൈങ് ഡിസിഷൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വാങ്ങാനുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം മാത്രമല്ല. അതുകൊണ്ടാണ് ഈ ടൂൾസിനെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം, ഇത് ലിവറേജ് ചെയ്യണം, ഇതിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. കൂടാതെ ഞാൻ ഇത്ര പറഞ്ഞാലും ഇതിനെല്ലാം ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മെനി മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കുറെ അധികം മാർക്കറ്റിംഗ് പ്രൊഫഷണൽസ് അവര് ട്രെയിൻ ചെയ്തിട്ടുള്ളത് പഴയ അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ കാര്യങ്ങൾ വെച്ച് തന്നാണ്. അപ്പോ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇനി അവര് പഠിച്ചിട്ടില്ലെങ്കിലും കുറെ ആളുകൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനൊരു 5 അല്ലെങ്കിൽ 8 കൊല്ലം മുമ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം, എന്നാലേ ഞാൻ അപ്ഡേറ്റഡ് ആവുള്ളൂ. കാരണം പ്ലാറ്റ്ഫോംസിനും മറ്റുള്ള കാര്യങ്ങൾ അത്രയും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോ രണ്ടാമത്തത്, they don't know how to leverage automation to serve your customers effectively. ഈ ഓട്ടോമേഷൻ കൊണ്ടുവന്നാൽ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുക എന്ന് പോലും അവർക്ക് അറിയില്ല. കാരണം ഈ ഓട്ടോമേഷൻ കൊണ്ടുവരുന്ന വെച്ചാൽ ഇത് 24 hour അവൈലബിൾ ആണ്. നമ്മളെ കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലൂടെ നടത്താൻ പറ്റും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ചലഞ്ച് എന്ന് പറയുന്നത്, ഇതൊന്നും നടത്താത്ത കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് സെയിൽസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡ്സിനെയും നിങ്ങൾക്ക് റവന്യൂവിനെ ബാധിക്കും. തീർച്ചയായും. ഇനി എന്തുകൊണ്ടാണ് ഈ ഓട്ടോമേഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ വേണം എന്ന് പറയുന്നത്? കാരണം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇതിൽ മാക്സിമം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളറിയാം, നമുക്ക് തന്നെ എത്ര തവണ നമ്മൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്ലാറ്റ്ഫോംസിലൂടെ ഈ ഒരു കസ്റ്റമർ എൻഗേജ്മെന്റ് അതിൽ വരും. ഒന്നെങ്കിൽ സെയിൽസ് വരാം അല്ലെങ്കിൽ എൻഗേജ്മെന്റുകൾ വരാം. അപ്പൊ അതിനെ ലിവറേജ് ചെയ്യുക. പിന്നുള്ളത്, നിങ്ങളുടെ ടീം ഉണ്ടാവും. നിങ്ങളുടെ ടീമിന് ഈ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളിൽ മാത്രം അവരെ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യിപ്പിച്ചാൽ പോരാ. സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ടീമിനെ വർക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കണം. അത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് അവരെ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ഈ സ്ട്രാറ്റജിയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്തും വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി കസ്റ്റമർ എക്സ്പീരിയൻസ് കൂടും. കസ്റ്റമർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അത് നമ്മുടെ ലോയൽറ്റി കൂട്ടും, സ്വാഭാവികമായിട്ടും സെയിൽസും കൂട്ടും. എന്നാലും ഇവിടെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ട്രൂത്ത്, ഒരു സത്യമുണ്ട്. എന്താണെന്നല്ലേ? ഇവിടെ പഠിപ്പിക്കുന്ന മിക്കവാറും 100-ൽ 95% ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ എംപ്ലോയി ചെയ്യുകയാണെങ്കിലും അവർക്ക് ഇതൊന്നും അറിയില്ല. സത്യമാണ്, അത് പരമസത്യം. അപ്പോ ദേ ആർ സ്റ്റക്ക് ഇൻ ദ പാസ്റ്റ്, ഇഗ്നോറിംഗ് ബിസിനസ്സുകൾക്ക് എന്താണോ റിയലി ആവശ്യമുള്ളത് അത് ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നുണ്ട്, ഇതിനെ വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് പറയാൻ കാരണം എനിക്കറിയാം ഇവിടുത്തെ SMEസിന് എന്താണ് ആവശ്യമുള്ളത്. അപ്പോ SMEസിന് ഈ കാര്യങ്ങൾ ആവശ്യമാണ്. ഈവൻ കോർപ്പറേറ്റ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിനെ ഫോക്കസ് നൽകി പറയുന്നത്. ഈ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടീം ഇത് ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടോ? ഈ കസ്റ്റമേഴ്സിന് ഇത്രയും കാര്യങ്ങൾ വേണം എന്നുള്ളത് ഉണ്ടാവില്ല. അവര് ഈ ഓട്ടോമേഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയോ? ഇല്ല. ഇപ്പൊ കസ്റ്റമർ, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ടീമിനും അറിയണ്ടാവില്ല. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളുടെ ബിസിനസിനെ പുറകോട്ട് പിടിച്ചു വലിക്കുകയാണ് നിങ്ങളുടെ ടീമും നിങ്ങളും ചെയ്യുന്നത്. ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസുകൾ നടത്തിക്കൊണ്ട് ഇതിനുള്ള സൊല്യൂഷൻ എന്റെ അടുത്തുണ്ട്. കാരണം ഇതൊരു ടെക്നിക്കൽ കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് റൈറ്റ് നൗ. Really, your marketing team should know
ദിസ് ആൻഡ് ആസ് എ ബിസിനസ് ഓണർ യു ഷുഡ് നോ ആൻഡ് യു ഷുഡ് ഡിമാൻഡ് ഇറ്റ്. ഇവിടെ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എന്റെ ഒരു കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് കോച്ചിങ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ബിസിനസ് ഓണേഴ്സിന് ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ടീമിന് ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഈ കുറച്ച് കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഐ എം എ സ്പെഷ്യലിസ്റ്റ്, ഐ എം എക്സ്പെർട്ട്. സോ എങ്ങനെ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതുപോലെ എങ്ങനെ കോൺവെർസേഷണൽ ഫണൽസ് വർക്ക് ചെയ്യുന്ന ഫണൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെ നമുക്ക് കസ്റ്റമർ എൻഗേജ്മെന്റ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ട് അതിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ കോച്ചിങ് തരുന്ന. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഫ്യൂച്ചർ പ്രൂഫ് യുവർ ഗ്രോത്ത്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ലെറ്റ്സ് കമന്റ് ഇറ്റ് റെഡി ടു ഗ്രോത്ത്, അല്ലെങ്കിൽ DM ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ. ഈ ഒരു മെസ്സേജ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെല്ലോ ബിസിനസ് ഓണേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിലും അവരുടെ ബിസിനസ്സിലും ഈ കാര്യങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ, അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.